ഹലോ, ഇന്ന് നമുക്കൊരു ചാമ്പയ്ക്ക അച്ചാർ തയ്യാറാക്കിയാലോ. അതിന് ക്ലീനാക്കി വെച്ചേക്കുന്ന ചാമ്പയ്ക്കയിലോട്ട് ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡർ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഈ പിക്കിൾ പൗഡറും ഉപ്പും ചാമ്പയ്ക്കയിൽ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ 10 മിനിറ്റ് അടച്ച് വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണയിലോട്ട് ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇടുക. ഇഞ്ചി ഇങ്ങോട്ട് ഇട്ട് ഒരു ബ്രൗൺ കളറായി വരാം. പെട്ടെന്ന് തന്നെ വരും, എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്രൗൺ കളറായിട്ട് വരും. അപ്പം തന്നെ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ വെളുത്തുള്ളി, പച്ചമുളകും അതേപോലെ തന്നെ അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറി ലീഫും ഇട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ പച്ച മാറി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ചാമ്പയ്ക്ക അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 in 1 അച്ചാറായിട്ട് മാറും. ശരിക്കും പച്ചമുളക് അച്ചാറാണോ ചാമ്പയ്ക്ക അച്ചാറാണോ നമുക്ക് തോന്നും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ സൂപ്പറാണ്. ഈ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ വേറെ ലെവലാവും. നമുക്ക് വേണമെങ്കിൽ എരി തോനെ പ്രിഫർ ചെയ്യാത്തവർക്ക് ഈ പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പച്ചമുളകും കൂടെ ഉണ്ടെങ്കിൽ നമുക്കതും കറിയുടെ അറ്റത്ത് ഇരിക്കുന്ന ഒരു സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് തന്നെ വായിക്കൂടെ വെള്ളം വരുന്നു. അതുപോലെ പാത്രം കഴുകിയിട്ട് ഒരു നുള്ള് വെള്ളം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അതും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് തോനെ വെള്ളം ഒഴിച്ച് പോയാൽ അതങ്ങ് ആകെ കുളമായിപ്പോവും, വെന്ത് വല്ലാണ്ടായിപ്പോവും. എന്നാൽ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടിരുന്ന ഒരു ഉണക്ക പരുവത്തിലായിപ്പോവും. അപ്പോൾ ആ പാത്രം കഴുകി ആ ചെറിയ വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാമെങ്കിൽ ഒരുപാട് വേവത്തും ഇല്ല, എന്നാൽ പച്ചച്ചവയല്ലാത്ത ഒരു ഇടയിൽ പരുവത്തിൽ നമുക്കിത് കറക്റ്റ് റെഡി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാമ്പയ്ക്ക അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.